ഓഹരി വിപണിയിലെ അസാധാരണവും അതിഭീമവുമായ ഇടിവിന്റെ പ്രത്യാഘാതം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെയും ഉറക്കം കെടുത്തുന്ന സാഹചര്യത്തിൽ അവരുടെ സംശയങ്ങളും ആശങ്കകളും നിക്ഷേപത്തിന്റെ ഭാവി സാധ്യതകളും ഒക്കെ കണക്കിലെടുത്താണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. SIP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതും എണ്ണമറ്റ നിക്ഷേപകർ ആശ്രയിക്കുന്നതുമായ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലെ നിക്ഷേപം തുടരണോ എന്നാണ് പലരും ഉന്നയിക്കുന്ന സംശയം. ഗോൾഡ്, സിൽവർ ETF പോലുള്ള കമ്മോഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ETF നിക്ഷേപത്തിന്റെ ഭാവി എത്ര സുരക്ഷിതമാണെന്ന ആശങ്കയിലാണ് മറ്റ് ചില നിക്ഷേപകർ. സ്മോൾ ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, ലാർജ് ക്യാപ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ് ഫണ്ട്, മൾട്ടി ക്യാപ് ഫണ്ട് എന്നിങ്ങനെയുള്ള നിക്ഷേപ പദ്ധതികളിൽ ഏതായിരിക്കും ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യത്തിൽ അഭികാമ്യം എന്ന ചോദ്യവുമായി സമീപിക്കുന്നവരും അനേകമാണ്. സംശയങ്ങളും ഭയാശങ്കകളും ഒക്കെ പ്രകടിപ്പിക്കുന്ന എല്ലാ നിക്ഷേപകരോടുമായി പറയട്ടെ, ഏത് നിക്ഷേപവും 100% സുരക്ഷിതമാണെന്നത് ഒരു മിഥ്യാധാരണയാണ്. സുരക്ഷിത നിക്ഷേപം എന്ന് എക്കാലത്തെയും സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിച്ചിരുന്ന സ്വർണം പോലും സുഭദ്രം അല്ലെന്നായിരിക്കുന്നു. അതായത് 100% സുരക്ഷിതമല്ല സ്വർണത്തിലെ നിക്ഷേപം എന്നർത്ഥം. 100% സുരക്ഷിതത്വം അവകാശപ്പെട്ടിരുന്ന ബാങ്ക് നിക്ഷേപത്തിന് പോലും ആ സുരക്ഷിതത്വം ഇല്ലെന്നത് വിസ്മരിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. കാരണം പല ബാങ്കുകളും പൊളിഞ്ഞുപോയത് ചരിത്രത്തിലെ താളുകൾ മറിച്ചു നോക്കിയാൽ കാണാം. മ്യൂച്വൽ ഫണ്ടുകൾ താരതമ്യേന സുരക്ഷിതമാണെന്ന് പറയാമെങ്കിലും നഷ്ടസാധ്യത സംബന്ധിച്ച ബോധ്യം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും ആവശ്യമാണെന്ന് ചുരുക്കം. ഓഹരി വിപണിയെപ്പറ്റി പഠിക്കാനോ വിപണിയിലെ ചലനങ്ങൾ നിരീക്ഷിക്കാനോ സമയവും സാവകാശവും ഇല്ലാത്തവരാണ് മ്യൂച്വൽ ഫണ്ട് പദ്ധതികളിലേക്ക് കൂടുതലായും ആകർഷിക്കപ്പെടുന്നത്. ഓഹരി വിപണിയെ അപകട കെണിയായും ഊഹക്കച്ചവട വേദിയായും കാണുന്നവരാണ് ഇക്കൂട്ടരിൽ ഏറെയും. ഓഹരി വിപണിയുടെ സങ്കീർണതകളും നഷ്ട സാധ്യതകളും പ്രവചനാതീതമായ ഗതിവിഗതികളും മറ്റും കണക്കിലെടുക്കുമ്പോൾ സൗകര്യപ്രദവും അതുപോലെ തന്നെ ടെൻഷൻ ഇല്ലാത്തതുമായ ഒരു നിക്ഷേപ മാർഗം മ്യൂച്വൽ ഫണ്ടുകൾ ആണെന്ന് കരുതുന്നവരും ഏറെയാണ്. ഈ നിരീക്ഷണങ്ങളെല്ലാം ഒരു പരിധിവരെ ശരിയാണെന്ന് സമ്മതിക്കണം. എന്നാൽ ഇവയെല്ലാം പൂർണ്ണമായും ശരിയാണെന്ന് സമ്മതിക്കാനും പ്രയാസമുണ്ട്. മ്യൂച്വൽ ഫണ്ട് ശരിയാണ് എന്ന പരസ്യവാചകം ഇവയെല്ലാം ശരിയാണ്, ഇല്ലെങ്കിൽ ഈ സംശയങ്ങളും ശരിയാണ് എന്ന നിരീക്ഷണത്തിന്റെ ആകെത്തുകയാണ്. കാലം കടന്നു പോകുന്നതിനൊപ്പം പണത്തിന് വില കുറയുന്ന സാഹചര്യത്തിൽ പല നിക്ഷേപ പദ്ധതികളും മൂലധന വർധന, അതായത് ക്യാപിറ്റൽ ഗെയിൻ, അതിന് ഉപകരിക്കുന്നില്ല എന്ന പശ്ചാത്തലത്തിലാണ് അവയെ വെല്ലുന്ന നിക്ഷേപ പദ്ധതികളുടെ പ്രസക്തി. മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ള പ്രസക്തിയും ഇതുതന്നെയാണ്. മ്യൂച്വൽ ഫണ്ടുകൾ ഒത്തുചേരലിന്റെ വിജയഗാഥയുമാണ്. കാരണം അനേകായിരങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുകയാണല്ലോ മ്യൂച്വൽ ഫണ്ടുകളുടെ ആസ്തി എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് സാധ്യമല്ലാത്ത ആസ്തി സമ്പാദനം അനേകരുടെ ഒത്തുചേരലിലൂടെ സാധ്യമാക്കുക എന്ന ആശയമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന നിക്ഷേപ മാർഗത്തിന്റെ കാതൽ തന്നെ. സമാന ലക്ഷ്യമുള്ള അനേകരിൽ നിന്ന് സമാഹരിക്കുന്ന തുകയുടെ സഞ്ചയമാണ് പദ്ധതിയുടെ അടിസ്ഥാനം. ഇനി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ഭയാശങ്കകളും പരിശോധിക്കാം. ഒപ്പം നിക്ഷേപകർ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകളും അവയുടെ അനേക പദ്ധതികളും നിലവിലുണ്ട്. അതായത് 50-ലേറെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഇന്ത്യയിൽ. അവയ്ക്കെല്ലാമായി 1000-ലേറെ നിക്ഷേപ പദ്ധതികളുമുണ്ട്. അവയിൽ പണം മുടക്കി കനപ്പെട്ട പോർട്ട്ഫോളിയോ സ്വന്തമാക്കിയവർ വളരെയാണ്. അവർ പോർട്ട്ഫോളിയോ യുക്തിസഹമായി പുനരാസൂത്രണം ചെയ്യുന്നത് നന്നായിരിക്കും. പോർട്ട്ഫോളിയോ ട്രിമ്മിംഗ് എന്നാണ് ഇതിന് പറയുക. റിസ്ക് മാനേജ് ചെയ്യുന്നതിനും വരുമാനം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും പോർട്ട്ഫോളിയോ ട്രിമ്മിംഗ് എന്ന വിദ്യ സഹായിക്കും. കാര്യമായ വരുമാനം നൽകാത്ത പദ്ധതികൾ ഒഴിവാക്കി മികച്ച പദ്ധതികളിൽ നിക്ഷേപം തുടരാനും ഇത് സഹായകമാകും. ഇനി നിക്ഷേപമെല്ലാം ഏതെങ്കിലും പ്രത്യേക തരം ഫണ്ടിൽ മാത്രമായി ഒതുക്കിയിരിക്കുന്നവരുടെ കാര്യം നോക്കാം. ഒന്നുകിൽ സ്മോൾ ക്യാപ് സ്കീം, അതല്ലെങ്കിൽ മൾട്ടി ക്യാപ് സ്കീം, അതുമല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്കീം എന്നിങ്ങനെ ആയിരിക്കുമല്ലോ ഇവരുടെ നിക്ഷേപം. ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേക സ്കീമിൽ മുഴുവൻ നിക്ഷേപവും കേന്ദ്രീകരിച്ചിട്ടുള്ളവർ വൈവിധ്യവൽക്കരണത്തിന് തയ്യാറാകുന്നത് ഈ സാഹചര്യത്തിൽ അഭികാമ്യമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അത് ദീർഘകാല വിജയത്തിന് അങ്ങനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ് ആവശ്യം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.
അതായത് പല കാറ്റഗറികളിലായി നിക്ഷേപ വിഭജനം നടത്തുകയാണ് വേണ്ടത്. എന്നാൽ അമിതമായ വൈവിധ്യവൽക്കരണം, അതായത് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ നന്നല്ലെന്നും ഓർക്കണം. അത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കൂ എന്ന് മാത്രമല്ല വരുമാനം ദുർബലമാക്കാനും ചിലപ്പോൾ ഇടവരുത്തിയേക്കാം. ഓഹരി വിപണി തകർച്ച നേരിടുമ്പോൾ സ്മോൾ ക്യാപ് ഓഹരികൾക്കാണ് ഏറ്റവും വലിയ ഇടിവ് സംഭവിക്കുക എന്നത് അനുഭവ പാഠമാണ്. തിരിച്ചു കയറാൻ അവയ്ക്ക് എന്നാൽ വളരെ സമയം വേണ്ടിവരികയും ചെയ്യും. അതേസമയം ലാർജ് ക്യാപ് ഓഹരികളുടെ കാര്യം തീർത്തും വ്യത്യസ്തമാണ്. അവയ്ക്ക് വലിയ ഇടി ഉണ്ടായാലും അവ അതിവേഗം തിരിച്ച് കയറുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിനാൽ സ്മോൾ ക്യാപ് ഫണ്ടുകളെക്കാൾ ഈ സമയത്ത് ആശ്രയിക്കാവുന്നത് ലാർജ് ക്യാപ് ഫണ്ടുകളായിരിക്കും. ഇനി ഗോൾഡ് സിൽവർ ETF-കളുടെ കാര്യം നോക്കാം. ഒരു ഘട്ടത്തിൽ ഗോൾഡ് സിൽവർ ETF-കൾ 20% വരെ തകരുന്നത് കണ്ടു. ETF നിക്ഷേപകർ കടുത്ത നിരാശയിൽ ആകുക മാത്രമല്ല പരിഭ്രാന്തിയിലാകുന്നതും കണ്ടു. എന്നാൽ ഗണ്യമായ അളവിലുള്ള തിരിച്ചു കയറ്റമാണ് പിന്നീടുണ്ടായത് എന്നത് വളരെ ആശ്വാസം പകരാൻ ഇടയാക്കി. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് വിപണിയുമായി ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത പുറത്തു വന്നത് ഇതിനിടയിൽ ശ്രദ്ധേയമായി. ഗോൾഡ് ETF-കളിലേക്കുള്ള ഇൻഫ്ലോയിൽ നിപ്പൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിന്റെ ഫ്ലാഗ്ഷിപ്പ് ഗോൾഡ് ETF ആയ നിപ്പൺ ഇന്ത്യ ETF ഗോൾഡ് ബീസ് ആഗോളതലത്തിൽ 6ാം റാങ്കിലേക്ക് ഉയർന്നിരിക്കുന്നുവെന്നതാണ് അത്. രാജ്യത്ത് ETF നിക്ഷേപത്തോടുള്ള ആഭിമുഖ്യം വളരുന്നതിന്റെ സൂചനയായി വേണം ഇതിനെ കണക്കാക്കാൻ. ETF-കളുമായി ബന്ധപ്പെട്ടുള്ള വ്യാപകമായ സംശയം ഇവയുടെ ഭാവി സംബന്ധിച്ചാണ്. സ്വർണം വെള്ളി വിലകളിലുണ്ടായ കനത്ത തോതിലുള്ള ഇടിവാണ് ഈ സംശയത്തിന് കാരണം. സംശയത്തിന് പക്ഷേ അടിസ്ഥാനമില്ലെന്ന് തന്നെ പറയാം. പ്രഷ്യസ് മെറ്റൽസ് വിഭാഗത്തിൽപ്പെടുന്ന ഈ ലോഹങ്ങളുടെ വിലയിലുണ്ടായ ഇടിവ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാണെന്ന് കരുതുന്നതായിരിക്കും കൂടുതൽ ശരി. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാകയാൽ ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഗോൾഡ് സിൽവർ ETF-കളെ ആശ്രയിക്കുന്നതിൽ അപകടമോ അപാകതയോ കാണുന്നില്ല. എന്ന് മാത്രമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന തിരുത്തൽ ദീർഘകാല നിക്ഷേപത്തിന് നല്ല അവസരമാണെന്നും പറയാം. എന്നാൽ നിക്ഷേപകർ ചില നിയന്ത്രണങ്ങൾ ഈ സമയത്ത് പാലിക്കുന്നത് നന്നായിരിക്കും. ഒരു വ്യക്തിയും തന്റെ മൊത്തം നിക്ഷേപത്തിന്റെ 10 അല്ലെങ്കിൽ 15% കൂടുതൽ ഗോൾഡ് സിൽവർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്ക് നീക്കി വയ്ക്കരുത് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതായത് SIP സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിശോധിക്കാം. SIP നിക്ഷേപം തുടരണോ അവസാനിപ്പിക്കണോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണത്തിന് കണക്കില്ല. ഇക്വിറ്റി ഫണ്ടുകളിലെ SIP നിക്ഷേപം നഷ്ടത്തിലേക്ക് വഴുതി വീണ പശ്ചാത്തലത്തിലാണ് ഈ ആശങ്ക. ഈ ആശങ്കയും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കട്ടെ. സാമ്പത്തിക കാലാവസ്ഥയിൽ മാറ്റം വരും എന്നതിനാൽ നിക്ഷേപം തുടരുകയാണ് ബുദ്ധി. അതുപോലെ തന്നെ അത് ടോപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളവർ അത് ചെയ്യുന്നതും നന്നായിരിക്കും. ഇക്വിറ്റി ഫണ്ടുകളിൽ ഇപ്പോൾ ഒറ്റയടിക്ക് നല്ലൊരു തുക നിക്ഷേപിക്കുന്നതിനെ പറ്റി പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഓഹരി വിലകൾ ന്യായമായ നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ലംസം ഇൻവെസ്റ്റ്മെന്റിന് ഇത് ന്യായമായ അവസരമാണ്. എന്നാൽ ഒറ്റയടിക്ക് തുക നിക്ഷേപിക്കുന്നതിന് പകരം ഒരു സ്റ്റാഗേർഡ് അപ്രോച്ച്, അതായത് ക്രമേണ നിക്ഷേപിക്കുന്ന ഒരു തന്ത്രം, അത് പാലിക്കുന്നതായിരിക്കും ഉചിതം. ഇപ്പോൾ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കാവുന്ന പദ്ധതികൾ ഏതൊക്കെയെന്ന സംശയം ഉന്നയിക്കുന്നവരും പലരുണ്ട്. ലാർജ് ക്യാപ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ് ഫണ്ട്, മൾട്ടി ക്യാപ് ഫണ്ട് എന്നിവകളായിരിക്കും ഈ സമയത്ത് നല്ലതെന്ന് കരുതുന്നു. പുറത്തു വന്നിരിക്കുന്ന ഒരു നല്ല വാർത്തയിലേക്ക് കൂടി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ താല്പര്യമുള്ളവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന്റെ പ്രോത്സാഹനാർത്ഥം പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ് PPI എന്ന നിലയിൽ ഗിഫ്റ്റ് കാർഡുകൾ അവതരിപ്പിക്കാൻ സെബി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അത് നടപ്പിലാകുന്നതോടുകൂടി കൂടുതൽ ആളുകൾ മ്യൂച്വൽ ഫണ്ട് വിപണിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം.